നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയവും സൈനികവുമായ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ തന്നെ അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ചരിത്രപരമായി നിരവധി പതിറ്റാണ്ടുകളുടെ ശത്രുതയുടെ പശ്ചാത്തലമുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകളോടെയും US സൈന്യത്തിൻ്റെ ആക്രമണങ്ങളോടെയും കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇറാനിലെ തന്ത്രപ്രധാനവും അതീവ സുരക്ഷിതവുമായ സൈനിക മേഖലകളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങളും പ്രസ്താവനകളും പശ്ചിമേഷ്യൻ മേഖലയെ ഒരു വൻ യുദ്ധത്തിൻ്റെ നിഴലിൽ ആഴ്ത്തിയിരിക്കുന്നു. ഈ സാഹചര്യം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നതിനപ്പുറം ആഗോള സമ്പദ് വ്യവസ്ഥയും ലോകസമാധാനത്തെയും പ്രാദേശിക സുരക്ഷയും സാരമായി ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യം ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ മേഖലയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇറാന്റെ നദാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പിക് ആക്സ് പർവ്വതനിരകളിലെ തുരങ്ക സമുച്ചയങ്ങളെ ലക്ഷ്യമിട്ടുള്ള ട്രംപിൻ്റെ ഭീഷണികൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഭൂമിക്കടിയിൽ അതീവ സുരക്ഷിതമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ തുരങ്കങ്ങൾ തകർക്കുക എന്നത് അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും അസാധ്യമാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നിട്ടും സൈനികമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന ട്രംപിൻ്റെ കടുത്ത നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇറാൻ അവിടെ നടത്തുന്നില്ലെന്ന് അമേരിക്കൻ ബഹിരാകാശ സേനയുടെ നിരീക്ഷണങ്ങളെ ഉദ്ധരിച്ച് ട്രംപ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും സൈനികമായ മേധാവിത്വം നിലനിർത്താനും ഇറാന്റെ ആണവ മോഹങ്ങളെ അടിച്ചമർത്താനുമുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ വലിയൊരു യുദ്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സംഘർഷം ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി പ്രാദേശിക സുരക്ഷ തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ഉപരോധം ഇതിനകം തന്നെ സ്ഥിതിഗതികൾ വഷളാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും തന്ത്രപ്രധാനവുമായ എണ്ണക്കടത്ത് പാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സൈനിക നീക്കവും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ പൂർണ്ണമായി തകിടം മറിക്കാൻ പോകുന്നതാണ്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പകരമായിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വാദിക്കുന്നത്. എന്നാൽ തുടർച്ചയായ ദിവസങ്ങളിൽ അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും അവർ ശക്തമായ തിരിച്ചടികൾക്ക് മുതിരുകയും ചെയ്താൽ അത് മധ്യപൂർവേഷ്യയിലാകെ പടരുന്ന ഒരു പ്രാദേശിക യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ഈ തർക്കങ്ങളുടെ നേരിട്ടുള്ള ഇരകൾ എപ്പോഴും സാധാരണക്കാരായ മനുഷ്യരാണ്. യുദ്ധസമാനമായ അന്തരീക്ഷവും തുടർച്ചയായ ബോംബാക്രമണങ്ങളും ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കുകയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു. യുദ്ധമുണ്ടാക്കുന്ന മാനുഷിക പ്രതിസന്ധികൾ അഭയാർത്ഥി പ്രവാഹത്തിലേക്കും വലിയ ജീവഹാനികളിലേക്കും നയിക്കും. ഉപരോധങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും മൂലം സാധാരണ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനകം തന്നെ മറ്റ് പല മേഖലകളിലും യുദ്ധത്തിൻ്റെ ദുരിതങ്ങൾ ലോകം കണ്ടുകൊണ്ടിരിക്കെ ഇറാനിൽ കൂടി സമാനമായൊരു സാഹചര്യം ഉണ്ടാകുന്നത് മനുഷ്യരാശിയോട് ചെയ്യുന്ന വലിയ ക്രൂരതയായിരിക്കും. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കൃത്യമായ പരിശോധനകൾക്കും നയതന്ത്ര ചർച്ചകൾക്കും വഴി തുറക്കുന്നതിന് പകരം സൈനിക ശക്തി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. ആഗോള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ആഗോള വിപണിയിൽ എണ്ണ വില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ വലിയ പണപ്പെരുപ്പത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും വഴിതെളിക്കും. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ ഇത് പിന്നോട്ടടിക്കും. അതിനാൽ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോര് കേവലം രണ്ട് രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ആഗോള വിപണിയെയും സാമ്പത്തിക ഭദ്രതയും നിയന്ത്രിക്കുന്ന ഒന്നാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത സൈനിക നടപടികളിലൂടെയോ ബോംബാക്രമണ ഭീഷണികളിലൂടെയോ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിച്ചുകൊണ്ടുള്ള സമാധാന ശ്രമങ്ങളിലൂടെയും മാത്രമേ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത പ്രസ്താവനകളും തുടർച്ചയായ ആക്രമണങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ നീക്കങ്ങളും അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയും മറ്റ് ആഗോള ശക്തികളും ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും ഇരുവിഭാഗത്തെയും ചർച്ചകളുടെ മേശപ്പുറത്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ ലോകത്തെ മറ്റൊരു വലിയ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ അത് സൃഷ്ടിക്കാനിടയുള്ള ആഗോള ആഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നാണ് റേഡിയേഷൻ അഥവാ ആണവ വികിരണ ദുരന്തം.
ലോക ചരിത്രത്തിൽ മുൻപുണ്ടായിട്ടുള്ള ആണവ അപകടങ്ങൾ കേവലം സാങ്കേതിക തകരാറുകൾ മൂലം സംഭവിച്ചിട്ടാണ് എങ്കിൽ പോലും അവയുണ്ടാക്കിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ബോധപൂർവം നടത്തുന്ന ഒരു ബോംബാക്രമണത്തിലൂടെ ഒരു ആണവ നിലയമോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമോ തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിനാശത്തിൻ്റെ വ്യാപ്തി പ്രവചനാതീതമായിരിക്കും. കേവലം ഒരു പ്രാദേശിക യുദ്ധം എന്നതിനുമപ്പുറം മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെയും ഭൂമിയുടെ പരിസ്ഥിതിയെയും ദീർഘകാലത്തേക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു വൻ ദുരന്തത്തിലേക്കായിരിക്കും ഇത്തരമൊരു സൈനിക നീക്കം വഴി തുറക്കുക. ഒരു ആണവ കേന്ദ്രം ആക്രമിക്കപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടാനുള്ള സാധ്യതയാണ് ഏറ്റവും വലിയ ഭീഷണി. ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനവും അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആണവ അവശിഷ്ടങ്ങളും ഉയർന്ന താപനിലയിലുള്ള ബോംബാക്രമണത്തിൽപ്പെട്ട് അന്തരീക്ഷത്തിൽ കലരും. ഇത് വായുവിലൂടെ പുകപടലങ്ങളായി ഉയരുകയും കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അതിവേഗം വ്യാപിക്കുകയും ചെയ്യും. ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ അത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ശക്തമായ കാറ്റിലൂടെയും അന്തരീക്ഷ വ്യതിയാനങ്ങളിലൂടെയും ഈ വികിരണങ്ങൾ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി തുടങ്ങിയ ഇടങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഈ മേഖലകളിൽ വസിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് നേരിട്ടുള്ള ഭീഷണിയായി മാറും. റേഡിയേഷൻ ദുരന്തം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ്. വികിരണങ്ങൾ ഏൽക്കുന്ന മനുഷ്യരിൽ പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾക്ക് പുറമെ അർബുദം പോലുള്ള മാരകമായ രോഗങ്ങൾ വൻതോതിൽ വർദ്ധിക്കാൻ ഇത് കാരണമാകും. മനുഷ്യൻ്റെ DNA ഘടനയെപ്പോലും തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ റേഡിയോ ആക്റ്റീവ് രശ്മികൾ. ഇതിൻ്റെ ഫലമായി വരും തലമുറകളിൽ ജനിതക വൈകല്യങ്ങൾ, വന്ധ്യത, മറ്റ് ഗുരുതരമായ ശാരീരിക വൈകല്യങ്ങൾ എന്നിവ വ്യാപകമാകും. ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി ദുരന്തങ്ങളുടെയും യുക്രൈനിലെ ചെർണോബിൽ ആണവ അപകടത്തിൻ്റെയും ദൂഷ്യഫലങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവിടുത്തെ ജനങ്ങൾ ഇന്നും അനുഭവിക്കുന്നുണ്ട്. ഈ വസ്തുത ഈ അപകടത്തിൻ്റെ ആഴം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യത്തെ മാത്രമല്ല, പ്രകൃതിയെയും കാർഷിക മേഖലയും ഈ ദുരന്തം പൂർണ്ണമായും തകിടം മറിക്കും. റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ മണ്ണിലും ഭൂഗർഭ ജലാശയങ്ങളിലും കലരുന്നതോടെ ആ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾ പൂർണ്ണമായും വിഷലിപ്തമാകും. കാർഷിക വിളകളിൽ വികിരണങ്ങൾ കലരുന്നത് വഴി ഭക്ഷ്യസുരക്ഷ അപകടത്തിലാവുകയും ആ പ്രദേശത്തെ കൃഷിഭൂമികൾ പതിറ്റാണ്ടുകളോളം ഉപയോഗശൂന്യമായി തുടരേണ്ടി വരികയും ചെയ്യും. സസ്യജാലങ്ങൾക്കും മൃഗങ്ങൾക്കും ഉണ്ടാകുന്ന വംശനാശവും ജനിതക മാറ്റങ്ങളും വലിയൊരു പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും. കടൽ മാർഗമുള്ള വികിരണ വ്യാപനം ഉണ്ടായാൽ അത് സമുദ്രജീവികളെയും മത്സ്യബന്ധന മേഖലയും തകർക്കും. ഉപസംഹാരമായി പറയുകയാണെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും ഒരു സാധാരണ സൈനിക നീക്കമായി കാണാൻ കഴിയില്ല. അത് പ്രകൃതിക്കും മനുഷ്യവർഗത്തിനും നേരെ തിരിച്ചുവിടുന്ന ഒരു വലിയ വിനാശകരമായ ആയുധമായി മാറും. ആണവോർജ്ജം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രങ്ങളെ തകർക്കുന്നത് വഴി ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പാരിസ്ഥിതിക മാനുഷിക ദുരന്തമായിരിക്കും രൂപപ്പെടുക. അതിനാൽ ഇത്തരം സൈനിക നീക്കങ്ങൾ ഒഴിവാക്കേണ്ടത് കേവലം ഇറാൻ്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് ലോക സമാധാനത്തിൻ്റെയും ഭൂമിയുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. അന്താരാഷ്ട്ര സമൂഹവും നയതന്ത്രജ്ഞരും ഈ അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ചർച്ചകളിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാവൂ. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.